മുത്തുനബി തങ്ങൾ പരിഹാരം തരാത്ത ഒരു പ്രശ്നവും കടന്നുപോയിട്ടില്ല. നമുക്ക് ഈ ഭൗതികമായ ലോകത്തെ വിഷയങ്ങൾ കേവലം മരണത്തോടെ അവസാനിക്കുന്നതാണ്. അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. എന്നാൽ നമ്മളെ ഏറ്റവും പ്രധാനമായി ബാധിക്കുന്ന പ്രതിസന്ധികൾ എന്താണ്? ഏറ്റവും പ്രധാനമായി നമ്മളെ ബാധിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാരത്രികമായ ലോകത്തെ പ്രയാസങ്ങളാണ്. പാരത്രികമായ ലോകത്ത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക്, നമ്മൾ തരണം ചെയ്യേണ്ടി വരുന്ന പ്രയാസങ്ങൾക്ക് നമുക്ക് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്താണ്? നമ്മൾ നേരിടേണ്ടി വരുന്ന മരണമെന്ന് പറയുന്നൊരു സമയമാണ്. മരിക്കാത്ത ഒരു മനുഷ്യനുമില്ല. മരിക്കാതെ നമ്മൾ ആരും ഈ ഭൂമിയിൽ ബാക്കിയാവുകയില്ല. മരിക്കാതെ ആരെങ്കിലും ബാക്കിയായിരുന്നെങ്കിൽ അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുമായിരുന്നു. കാരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കാൻ വന്നിട്ട് സമ്മതം ചോദിച്ച നേതാവാണ് മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുപടിക്കൽ വന്നിട്ട് ഇദ് ഖാല അസ്റായീലു യാ ഖൈറൽ വറാ വല്ലാഹു യുഖ്രിഉക സലാമൽ ഔഫറാ. ഹബീബായ തങ്ങളെ, അള്ളാഹുവിന്റെ സലാമുമായി ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ട് അസ്റായീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട് പറഞ്ഞില്ലേ, തങ്ങളെ ഞാൻ എന്തിനാണ് വന്നതെന്നറിയുമോ? സമ്മതമുണ്ടെങ്കിൽ റൂഹ് പീഡിക്കാനും, സമ്മതമില്ലെങ്കിൽ കണ്ട് മടങ്ങാനും. തങ്ങൾക്ക് സമ്മതമുണ്ടെങ്കിൽ തങ്ങളെ റൂഹ് പിടിക്കുക, അല്ലെങ്കിൽ തങ്ങളെ ഒന്ന് സന്ദർശിച്ചു ബറക്കത്തെടുത്ത് തിരിച്ചു പോകാം. അതിനു വേണ്ടിയാണ് അള്ളാഹു എന്നെ പറഞ്ഞയച്ചതെന്ന് അസ്റായീൽ വന്ന് മരണത്തിന്റെ മുമ്പ് സമ്മതം ചോദിച്ച അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മരണത്തിന് കീഴടങ്ങി. അവിടുന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചു, ഈ ഭൂമി ശാശ്വതമല്ല, ഇവിടെ നിന്ന് നമ്മളൊക്കെ പോകണം. ഹബീബായ തങ്ങളും യാത്ര പറഞ്ഞു. പോകുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞില്ലേ, ആയിഷ ബീവിയുടെ മടിയിൽ കടന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഇന്നലിൽ മൗത്തിലെ സക്കറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആ ഒരു പ്രതിസന്ധി നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കിടന്നുറങ്ങുന്ന വാതിലൊക്കെ കുറ്റിയിട്ട് ഗേറ്റ് പൂട്ടി സുരക്ഷിതമായി നമ്മൾ കിടന്നുറങ്ങുന്ന അർദ്ധരാത്രിയിൽ നമ്മുടെ കവാടത്തിലേക്ക്, നമ്മുടെ വാതിലിനകത്തേക്ക്, നമ്മുടെ പ്രൈവറ്റ് റൂമിലേക്ക് സമ്മതം ചോദിക്കാതെ, വാതിൽ തുറക്കാൻ കാത്തു നിൽക്കാതെ കടന്നു വരുന്ന ഒരാളുണ്ട്. ആ അസ്റായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നമ്മൾ റൂഹ് പിടിക്കുന്ന നേരത്തെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരിക്കുന്ന സമയത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും ഭീകരമായ സമയമാണ് മരണത്തിന്റെ സമയം. ആ മരണത്തിന്റെ നേരത്ത് എന്നെയും നിങ്ങളെയും മരണത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാള് ആരാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാം. മരണത്തിന്റെ സമയത്ത് 500 മലക്കുകളോട് കൂടെയാണ് അസ്റായീൽ വരുന്നത്. 250 മലക്കുകൾ നമ്മുടെ വലതുഭാഗത്ത്, 250 മലക്കുകൾ നമ്മുടെ ഇടതുഭാഗത്ത്. അങ്ങനെ യഥാ 50 മലക്കുകൾ വീതം നമ്മുടെ കാലിന്റെ പെരുവിരലിൽ നിന്ന് ആരംഭിച്ച് ഓരോ ഭാഗത്തു നിന്നും റൂഹ് പിടിച്ച് അങ്ങനെ ശരീരത്തിന്റെ ഒരു കൂട്ടര് മുട്ട് വരെ പിടിക്കുന്നു, ഒരു കൂട്ടര് അര വരെ പിടിക്കുന്നു, വേറൊരു കൂട്ടര് നെഞ്ച് വരെ പിടിക്കുന്നു, വേറൊരു കൂട്ടര് തൊണ്ടക്കുഴി വരെ പിടിക്കുന്നു. അവസാനം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത്, മരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നേരത്ത്, ഇന്ന് വരെ ഞാൻ കളിച്ചു വളർന്ന എൻ്റെ വീട്, ഞാൻ ജോലി ചെയ്ത എൻ്റെ സ്ഥാപനം, എൻ്റെ ബിസിനസ് സംരംഭങ്ങള്, എൻ്റെ കച്ചവട സംവിധാനങ്ങള്, എൻ്റെ തൊഴിലാളികള്, എൻ്റെ ആത്മീയ മജ്‌ലിസുകള്, എൻ്റെ എല്ലാ സംവിധാനങ്ങളോടും ഞാൻ യാത്ര പറയുകയാണ്. എൻ്റെ പിഞ്ചു കുഞ്ഞിനൊരു ഉമ്മ കൊടുക്കാൻ ഇനി ഞാൻ ബാക്കിയില്ല. എൻ്റെ ഭാര്യയുടെ കൂടെ സല്ലപിക്കാൻ,
എൻ്റെ ഭർത്താവിനോടൊപ്പം സല്ലപിക്കാൻ ഈ ഭൂമിയിൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് ബാക്കിയില്ല. ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാ. ആരുമില്ലാത്ത ഖബറിന്റെ ആഴിയിലേക്ക് എൻ്റെ ആത്മാവിനെ എടുക്കപ്പെടാൻ പോവുകയാ. മണിക്കൂറുകൾ കഴിഞ്ഞാൽ എൻ്റെ ശരീരം 3 കഷണം വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ആരും കാണാതെ സ്വകാര്യമായ ഞാൻ സൂക്ഷിച്ച എൻ്റെ അവയവങ്ങൾ വരെ മറ്റുള്ളവർ കഴുകി തന്ന് കുളിപ്പിക്കപ്പെട്ടുകൊണ്ട് ആരുമില്ലാത്ത ഖബറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിലേക്ക് ഞാൻ നീങ്ങുകയാണെന്ന് ഈ പ്രസംഗിക്കുന്ന പാവപ്പെട്ടവൻ തിരിച്ചറിയുന്ന നേരമുണ്ട്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്ന നേരമുണ്ട്. റൂഹ് നമ്മുടെ തൊണ്ടക്കുഴിയിലാ. ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആരുണ്ട്? ആ സമയത്താണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരിക. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, നിന്റെ വലതുഭാഗത്ത് ഇബ്ലീസ് വരും. ആരെ രൂപത്തിലാ വരിക? നിന്റെ മരിച്ചുപോയ ഉമ്മാന്റെ രൂപത്തിലോ വെല്ലുമ്മാന്റെ രൂപത്തിലോ ഒക്കെ വരും. എന്നിട്ട് നിനക്ക് നല്ല വെള്ളം തരും. കടലിലെ വെള്ളം മുഴുവനും കിട്ടിയാലും കുടിച്ചാലും തീരാത്ത ദാഹമുള്ള നേരത്ത് ആ വെള്ളം നിനക്ക് തന്നുകൊണ്ട് ആ വെള്ളം നിന്നെ കുടിപ്പിക്കാൻ ശ്രമിക്കും. എന്നിട്ട് പറയും, മോനെ, ഈ ദാഹത്തിന്റെ സമയത്ത് നിനക്ക് ഞാൻ ഈ വെള്ളം തരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. പരിശുദ്ധ ഖുർആനെ ഒന്ന് തള്ളിപ്പറയണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് തള്ളിപ്പറയണം. ഞാനൊരു ജൂതനാണെന്ന് പറയണം. എന്നാൽ നിനക്ക് ഞാൻ ഈ വെള്ളം തരാം. സ്വന്തം ഉമ്മയാണിതെന്ന് വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ ഉമ്മാന്റെ ആത്മാവാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ സമയത്തെങ്ങാനും ആ കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ മഅദല്ലാഹ് അതുവരെയുള്ള എല്ലാ ഇബാദത്തുകളും നശിച്ചുപോയി, കാഫിറായി ചത്തുപോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവിടെ നിന്നെങ്ങാനും തലതിരിച്ച് ഇടതുഭാഗത്തേക്ക് തിരിച്ചാലോ, ഇടതുഭാഗത്തോ അതാ നിന്റെ മരിച്ചുപോയ പിതാവിൻ്റെയോ പിതാമഹന്റെയോ ഒക്കെ രൂപത്തിൽ വീണ്ടും ശപിക്കപ്പെട്ട ഇബ്ലീസ് വരുന്നു. ഇത് തന്നെ ആവർത്തിക്കുന്നു. ആ സമയത്ത് നമ്മളെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ, നമ്മുടെ ഈമാന് പ്രൊട്ടക്ഷൻ തരാൻ കഴിയുന്ന ഒരാള് നമ്മളെ കൂടെ വേണ്ടേ? അങ്ങനെയുള്ളൊരു നേതാവ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ കഴിയുന്ന ഒരു നേതാവാണ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതൊക്കെ രാജാക്കന്മാരെ മുദ്രാവാക്യം നമ്മൾ വിളിച്ചു, ഏതെല്ലാം മന്ത്രിമാർക്ക് വേണ്ടി നമ്മൾ ജിന്ദാബാദ് വിളിച്ചു, ഏതൊക്കെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചു, അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഉപകാരം നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്തു തരുന്ന നേതാവ് മുൽഹിറുൽ തമ്മ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തു ചൊല്ലിക്കോ ഹബീബായ മുഹമ്മദ് മുസ്തഫ, ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ, റോസാപ്പൂവിന്റെ നൈർമല്യമുള്ള മുഹമ്മദ് മുസ്തഫ, മുല്ലപ്പൂവിന്റെ സുഗന്ധമുള്ള മുഹമ്മദ് മുസ്തഫ, പനിനീർ പൂവിന്റെ സൗരഭ്യമുള്ള മുഹമ്മദ് മുസ്തഫ. ഒരു സ്വലാത്തു നീ ചൊല്ലിയാൽ ആ സമയത്തൊരു മലക്കിനെ അല്ലാഹു സൃഷ്ടിക്കുകയാ. ഒരു സ്വലാത്ത് നീ ചൊല്ലിയാൽ ആ സമയത്തൊരു മലക്ക് സൃഷ്ടിക്കപ്പെടുകയാ. ആ മലക്ക് ഖിയാമത്ത് നാൾ വരെ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന് ഖാല റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും പ്രതിഫലമുള്ള മുദ്രാവാക്യം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്താണെങ്കിൽ ആ ഹബീബായ തങ്ങൾക്ക് മരണസമയത്ത് നമ്മളെ രക്ഷിക്കാൻ കഴിയോ? നിങ്ങൾ നോക്കൂ, എത്ര വലിയ വലിയ ആളുകളാണ് മരണത്തിന്റെ സമയത്ത് കാഫിറായി പോയത്. പരിശുദ്ധ ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് മരണം വരെ പള്ളിയിൽ ബാങ്ക് കൊടുത്ത മുഅദ്ദിനായിരുന്ന വലിയ പണ്ഡിതനായിരുന്ന ഒരു മനുഷ്യനാണ് മരിക്കുന്ന നേരത്ത് ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞത്, ഈ ഖുർആനിൽ എനിക്ക് വിശ്വാസമില്ല, മുഹമ്മദ് നബി അള്ളാന്റെ റസൂലല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ചത്തുപോയ സംഭവം ഫഖ്റുദ്ദീനുർ റാസി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? മരിക്കുമ്പോ നമ്മളെ ഈമാന് പ്രൊട്ടക്ഷൻ തരാൻ കഴിയുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കണം. നിങ്ങൾ കണ്ടോ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയാർ തങ്ങൾ ലോകത്തോട് വിട പറയുന്ന സമയമാണ്.
പ്രതിസന്ധിയുടെ സമയമാണ്. അക്രമകാരിയായ ബിദഈ പ്രവർത്തകന്റെ കുത്തേറ്റിട്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വീഴുന്നത്. ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാണ്. സ്വഹാബികൾ മുഴുവനും ചുറ്റും കൂടി നിന്ന് കരയുകയാണ്. താബിഈങ്ങൾ മുഴുവനും സങ്കടത്തിലാണ്. ഹബീബായ തങ്ങളുടെ മരുമകനാണ്. വൈജ്ഞാനിക ലോകത്തിന്റെ ഗോപുരമാണ്. നാലാമത്തെ ഖലീഫയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതൃത്വമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്ന സമയ, മരണത്തിന്റെ സമയം. എല്ലാവരും കരയുന്നു, പൊട്ടി പൊട്ടി കരയുന്നു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചിരിക്കുകയാണ്. രക്തം നെഞ്ചിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്നുണ്ട്. അതൊന്നും അലിയാര് തങ്ങൾക്കൊരു പ്രശ്നമല്ല, അതിലൊന്നും അവിടത്തേക്കൊരു വിഷയവുമില്ല. അവിടുന്ന് അങ്ങനെ ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു. ആ ചിരിക്കുന്നതിന്റെ ഇടയിൽ മഹാനവറുകൾ വിളിച്ചു പറയുന്നു, മർഹബാ 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 മർഹബാ. സ്വാഗതം പറയുകയാണ്. കല്യാണ വീട്ടിലേക്ക് പുതുമണവാളം വരുമ്പോ പുതുപെണ്ണിന്റെ ആളുകൾ സ്വാഗതം പറയുന്നത് പോലെ മഹാനായ നൂറുസാദത്ത് ബായാർ തങ്ങൾ വരുമ്പോ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് വരുമ്പോ, ആത്മീയ നേതാക്കൾ വേദിയിലേക്ക് വരുമ്പോ അനുയായികൾ ആവേശത്തോടെ മർഹബ പാടുന്നത് പോലെ മരണത്തിന്റെ വെപ്രാള നേരത്ത് അലി ഇബ്നു അബീ ത്വാലിബ് മർഹബ പാടുകയാ. ആ സമയത്ത് ചോദിച്ചു, തങ്ങളെ ആർക്കാണ് ഈ സക്കറാത്തിന്റെ നേരത്ത് മർഹബ, ആർക്കാണ് ഈ മരണവെപ്രാളത്തിൽ സ്വാഗതം പറയുന്നത്? ആ സമയത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നത്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് മരണത്തിന്റെ വേദന, എന്ത് പ്രയാസോ! എന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ കാത്തു നിൽക്കുന്നത് ആരാണെന്നറിയോ? മൽഹറുല്ലതമായ മുഹമ്മദുർ റസൂലുള്ളാഹ്. വഹാദാ അഖീ ജഅഫറുത് തയ്യാർ. മുഅത്തത്തിന്റെ രണാങ്കളത്തില് വർഷങ്ങൾക്ക് മുമ്പ് 90 ചില്ലാനം വെട്ടേറ്റുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നുപോയ എന്റെ അനുജൻ ജഅഫർ, എന്നെ സ്വീകരിക്കാൻ അവരുടെ ആത്മാവ് വന്നിട്ടുണ്ട്. വഹാദാ അമ്മി ഹംസ. ഉഹദിന്റെ രണാങ്കളത്തില് ഷഹീദായി മരിച്ചുപോയ ഹംസത്തുൽ കറാർ തങ്ങൾ എന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. വഹാദിഹി ഫാത്തിമ. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പിരിഞ്ഞുപോയ എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമ മുത്തുനബിയുടെ പൊന്നുമോള് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയും എന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ എനിക്കെന്തു മരണത്തിന്റെ വേദന? മുത്തുനബി വന്നാലുണ്ടോ പിന്നെ അവിടെ ഇബ്ലീസ് നിൽക്കുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാലുണ്ടോ അവിടെ പിശാച് പിന്നെ കൂജയുമായി വരുന്നു? അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന നേതാവ് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി. അതോടൊപ്പം നമ്മൾ ഇഷ്ടം വെക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ, മഹാനായ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി, അവരെ സ്നേഹിച്ചാൽ മരണസമയത്ത് അവർ നമ്മളെ സഹായിക്കാൻ വരും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച പ്രാർത്ഥന കണ്ടില്ലേ? വതവഫനാ മഅൽ അബ്റാർ. മഹാന്മാരുടെ കൂടെ മരിക്കണം. മഹാന്മാർ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരപകടം ഉണ്ടായി മരിക്കണം എന്നാണോ? അങ്ങനെ ഒരിക്കലും ദ്വാരക്കാൻ പാടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മഹാന്മാരുടെ കൂടെ മരിക്കല്? മഹാന്മാർ മരണസമയത്ത് വരും. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ഹാദിറായ സാലിഹീങ്ങളുടെ ചാരത്ത് വരും. അവരെ സ്നേഹിച്ച ആത്മീയമായ റൂഹുകൾ വരും. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയത്ത് അവിടുത്തെ ഈമാൻ പഴപ്പിക്കാൻ ഇബ്ലീസ് വന്നു. അവിടത്തോട് തർക്കിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നതിൽ നിന്ന് മഹാനവറുകളെ തെറ്റിക്കാൻ ഇബ്ലീസ് വന്നപ്പോ മഹാനായ റാസി ഇമാം പറഞ്ഞു, അവിടുന്ന് പിന്നീട് സ്വപ്നത്തിലൂടെ ശിഷ്യനോട് പറഞ്ഞു, എന്റെ ഈമാൻ പഴപ്പിച്ചിട്ട് ഞാനൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണത് ഇല്ലാണ്ടാക്കാൻ ഇബ്ലീസ് വന്നു. പക്ഷേ ഞാൻ എന്നും ഫാത്തിഹ ഓതുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങളുണ്ട്, തങ്ങൾ വന്നിട്ട് എൻ്റെ കൈപിടിച്ചു, എനിക്ക് ദിക്ർ ചൊല്ലി തന്നു. അപ്പൊ മഹാന്മാരോടുള്ള സ്നേഹമല്ലാതെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തല്ലാതെ നമുക്ക് വിജയിക്കാൻ ലോകത്ത് വേറെ ഒരു മാർഗവുമില്ല.